പാപത്തിൽ ജീവിക്കുന്നവനെ നിന്റെ പേർക്കല്ലയോ തൂങ്ങും നീ രക്ഷകൻ. കത്തോലിക്ക സഭയ്ക്ക് ക്രിസ്തുവിൻ്റെ മുഖം കാട്ടിക്കൊടുത്ത പാപ്പയായിരുന്നല്ലോ ഫ്രാൻസിസ് പാപ്പ. ഫ്രാൻസിസ് പാപ്പയോട് ഒരാളൊരിക്കൽ ചോദിച്ചു, അങ്ങ് ആരാണ്? ഇങ്ങനെ ചോദിക്കാൻ കാര്യം ഫ്രാൻസിസ് പാപ്പയുടെ ആദ്യത്തെ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്ത സമയം തന്നെയാണ്. ഞാൻ നിങ്ങളെ ആശീർവദിക്കും മുമ്പ് നിങ്ങളെ ആശീർവദിക്കുന്നൊക്കെ പറഞ്ഞ് ദൈവജനത്തിന് മുമ്പിൽ തലകുനിഞ്ഞൊരു പാപ്പ ചരിത്രത്തിൽ ആദ്യമായി ഒരു വ്യത്യസ്ത നിലപാടെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തിന് പുതിയൊരു പ്രസരിപ്പുണ്ടായിരുന്നു. കത്തോലിക്ക സഭയ്ക്ക് പുതിയൊരു മാറ്റമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആദ്യം ചോദിക്കപ്പെട്ട ചോദ്യം ഇതായിരുന്നു, അങ്ങ് ആരാണ്? അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഉത്തരങ്ങൾക്കകത്താണ് ആ ചോദ്യം ചോദിച്ചത്. പക്ഷെ വളരെ സിമ്പിളായി പാപ്പ എന്ന് പറഞ്ഞു, ഞാനൊരു പാപിയാകും. സഭയെ നയിക്കുന്ന പത്രോസിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന സഭയുടെ പരമാധ്യക്ഷൻ പറഞ്ഞ വാക്കാണത്, ഞാൻ പാപിയാകും. ഒരുപക്ഷെ ആ ഉത്തരം തന്നെയാണ് ആ മനുഷ്യനെ വിശുദ്ധനാക്കുന്നതും. താൻ പാപിയാണെന്നൊരു ചിന്തയിൽ ഈ ഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടം ഇന്ന് ഓരോ മനുഷ്യഹൃദയങ്ങളിലുമാകും. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മരണം ഈ ലോകം മുഴുവനും അത് കണ്ണുനീരോടെ നോക്കിക്കണ്ടത്. ഒരു മരണം ഇത്രത്തോളം വേദനയായി മാറിയത് അദ്ദേഹം ജാതിക്കും മതത്തിനും മനുഷ്യർക്കും അതീതമായി ഓരോ മനുഷ്യഹൃദയങ്ങളിലും ഇറങ്ങിത്തിരിച്ചത് കൊണ്ടാണല്ലോ. അങ്ങനെ ഒരു അവബോധം ഓരോ മനുഷ്യർക്കും ഉണ്ടാകണമെന്ന് ഫ്രാൻസിസ് പാപ്പ കാലത്തെ ഓർമ്മിപ്പിച്ച് കടന്നുപോയപ്പോൾ അതേ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം നൽകുന്നത്. ഇന്ന് ഒരു ഫരിസേയനും ഒരു പാപിയും പള്ളിയിൽ പോയി. രണ്ടുപേരും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്. ഫരിസേയൻ്റെ പ്രാർത്ഥനാ രീതിയാണ് ആദ്യം പറഞ്ഞത്. അവൻ പറയുകയാണ്, ഞാൻ നീതിക്കെതിരായിട്ടൊന്നും ചെയ്യുന്നില്ല, ഞാൻ അക്രമങ്ങളൊന്നും ചെയ്യുന്നില്ല, വ്യഭിചാരങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ ഉപവസിക്കുന്നുണ്ട്, ദശാംശം പള്ളിയിൽ കൊടുക്കുന്നുണ്ട്, നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ പാലിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടപ്പോൾ കർത്താവിന് അതിൽ സംപ്രീതനായില്ല. കാര്യം നിയമം ഒരുവനെ പള്ളിയിൽ കൊണ്ടുവരാനേ സാധിക്കുകയുള്ളൂ, എന്നാൽ ആ പള്ളിയിലെ ദൈവത്തിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ ഫരിസേയൻ്റെ ജീവിതം കാട്ടിത്തരുന്നത്. ഞങ്ങൾ അച്ഛന്മാർ പള്ളിയിൽ സാധാരണ പറയാനുള്ള കാര്യങ്ങളാണ്, ഉപവസിക്കണമെന്നും പള്ളിയിൽ വരണമെന്നും തെറ്റുകളൊന്നും ചെയ്യരുതെന്നും പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നൊക്കെ. പക്ഷേ ഇതൊക്കെ ചെയ്തില്ല എന്നൊരാൾ അവകാശപ്പെടുമ്പോൾ അതിലെന്തുകൊണ്ട് ദൈവം സംപ്രീതനാകുന്നില്ല? എനിക്ക് തോന്നുന്നു അയാൾ ചെയ്യാത്തതിൻ്റെ പേരിലല്ല, അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ ചെയ്ത നല്ല കാര്യങ്ങൾക്കിടയിലും അയാൾ ചിന്തിച്ചു, ഞാൻ വിശുദ്ധനാണ്. ഒരാൾ തന്നെ എപ്പോഴാണോ വിശുദ്ധനായി ചിന്തിക്കുന്നത് അപ്പോൾ തന്നെ അയാൾ പാപത്തിൻ്റെ വലിയൊരു കുഴിയിലേക്ക് വീഴുകയാണ്. ഈ കുമ്പസാരവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ ചില മനുഷ്യർക്ക് ഇപ്പോഴും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന മനോഭാവത്തോടു കൂടി വരുന്നതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത്, അവരവരെപ്പോഴാണോ പാപിയാണെന്ന് ചിന്തിക്കുന്നത് അപ്പോഴാണ് അവരുടെ വിശുദ്ധി ആരംഭിക്കുന്നത് തന്നെ. എന്നാൽ ആ ചുങ്കക്കാരൻ്റെ മനോഭാവം മറ്റൊന്നായിരുന്നു. അവനൊന്നും പറഞ്ഞില്ല, ചെയ്ത കാര്യങ്ങളോ ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങളോ ചെയ്യാൻ മറന്നുപോയ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല, ഞാൻ പാപിയാണെന്ന് മാത്രം അയാൾ പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഏത് മനോഭാവത്തോടെയാണോ ദൈവത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ആണ്ടുവട്ടം 30-ാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇനി വളരെ അടുത്ത കാലത്തേക്ക് നമ്മൾ ഒരു ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ഈ പാപത്തെക്കുറിച്ച് നമ്മൾ അവബോധരാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നുണ്ടോ? ഈ പാപത്തെക്കുറിച്ചുള്ള അവബോധമാണ് അയാളെ കൂടുതൽ വിശുദ്ധനാക്കി തീർക്കുന്നത്. ഫ്രാൻസിസ് പാപ്പയെ കണക്ക് ഞാൻ പാപിയാണെന്നൊരു ചിന്ത ഓരോരുത്തർക്കും ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് വിശുദ്ധിയുടെ തുടക്കമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി.
മാലമേൽ നോക്കു നീ, കാൽവരി മാലമേൽ നോക്കു നീ. കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. രക്ഷിതാവിനെ കാൺക പാപി, പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം. കള്ളമേറുന്നിന് കേണ്ടതിൻ ഉള്ളിൽ നീ, കള്ളമേറുന്നിന് കേണ്ടതിൻ രക്ഷിതാവിനെ കാൺക പാപി. ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ